നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് പലപ്പോഴും ഒരു പ്രത്യേക ധൈര്യം നൽകുന്നുണ്ട്. എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ആലോചിച്ചത് അതിനെക്കുറിച്ചല്ല. ഇവിടെ നടക്കുന്ന മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാ. മനസ്സിലായില്ല. രൂപേഷേട്ടാ, 2 നാവുള്ള വിഷപ്പാമ്പുകളെക്കാൾ അപകടകാരികളാ. ഒരു നാവുകൊണ്ട് 2 തരത്തിൽ സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യൻ. അതെ, അത്തരത്തിലൊരാൾ ഈ മരുവത്തൂർ തറവാട്ടിലും ഉണ്ട്. രൂപേഷേട്ടന്റെ പവ്യങ്കൾ. ആ മനുഷ്യന്റെ കൃത്യമായ പ്ലാനുകൾ അനുസരിച്ചുള്ള കാര്യങ്ങളാ ഇപ്പൊ ഈ മരുവത്തൂർ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഇപ്പൊ ഈ പടക്കം പൊട്ടിയതും അടക്കം ആ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാ. അതേ രൂപേഷേട്ടാ, അപകടം അതൊന്നും അല്ല. പവിത്രൻ സാറിന്റെ ഈ ഇരുട്ട മുഖം അമ്മ മനസ്സിലാക്കാതെ പോകുന്നതാ. ചില വീഴ്ചകൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് കൊണ്ടല്ല, ചിലരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാ. അമ്മയ്ക്ക് പവിയങ്കളിനെ വലിയ വിശ്വാസമാണ്. ചിലപ്പോഴൊക്കെ എന്നേക്കാൾ അമ്മയ്ക്ക് പവിയങ്കളിനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതാണ് പവിത്രൻ സാറിന്റെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധത്തിന്റെ മൂർച്ചയിൽ ഒരുപക്ഷെ അമ്മ പോലും അറിയാതെ ആരുടെയെങ്കിലും ജീവൻ എടുത്തൊന്നും വരാം. ദർശനെ. അതെ രൂപേഷേട്ടാ, സൂക്ഷിക്കണം. ഇതുവരെ നടന്നതൊന്നും അല്ല, ഇനി വരാനിരിക്കുന്ന അപകടമാണ് അതിഭീകരം. അതിന്റെ ചില സൂചനകൾ മാത്രമാ നമ്മൾ കണ്ടതൊക്കെ. ദർശനെ, അവരുടെ പ്രധാന ലക്ഷ്യം ദർശൻ IPS കാരി ആവരുതെന്ന്. അതിനവരെന്തും ചെയ്യും. അവിടെയാണ് രൂപേഷേട്ടന് തെറ്റിയത്. അവരുടെ ലക്ഷ്യം സമ്പത്താ. ഈ മരുവത്തൂരിലെ അളവറ്റ സമ്പത്ത്. അത് നേടിയെടുക്കാൻ അവർ ആരെയും കൊല്ലും. വേണ്ടി വന്ന അമ്മയെ വരെ. ദർശനെ, നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? പരാതി കൊടുക്കേണ്ടത് മരുവത്തൂർ തറവാട്ടിലെ സുമംഗലാമ്മയാ. അമ്മ കൊടുക്കുവോ പരാതി? ഇല്ലല്ലോ. ആ, അതൊക്കെ വിട് രൂപേഷേട്ടാ. അല്ല ദർശനെ, ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് പരാതി ഇല്ലേലും എനിക്ക് പരാതി ഉണ്ട്. അതെന്ത് പരാതിയാ? അതെ, ഈ വിഷു കൈനീട്ടം വാങ്ങിയപ്പോ അപ്പച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഗീതമാമ എന്ത് പറഞ്ഞു? ദർശന ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഓർത്ത് നോക്കിയേ. ഇക്കൊല്ലം ഈ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നതുപോലെ ഒന്നല്ല 2 പേര്, ദർശനമോളും അഞ്ജനമോളും വന്നതുപോലെ അടുത്ത വിഷുവിന് ഒരു കുഞ്ഞ് അതിഥി കൂടി ഇവിടെ വരണം. അതാ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. ആ, ഇപ്പോഴാ ഓർമ്മ വന്നത്. എന്നാ പറ. അടുത്ത വർഷത്തെ വിഷുസദ്യക്ക് കടലപ്രഥമൻ കൂടി വേണമെന്നല്ലേ? ഈ അതൊന്നും അല്ല. നീയേ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കി. ഈയിടെയായിട്ട് എനിക്ക് ഓർമ്മക്കുറവാ രൂപേഷേട്ടാ. ഇനി അൾഷിമസ് ആണോന്ന് അറിയാൻ വയ്യ. ദർശനെ, ഈ അപ്പച്ചി പറഞ്ഞതേ അടുത്ത വർഷം വിഷു കൈനീട്ടം വാങ്ങാൻ ആ മുത്തശ്ശിയും കൂടി വിളിക്കണമെന്നല്ലേ? അപ്പച്ചി പറഞ്ഞതേ ഈ
അടുത്ത വർഷം കഴിഞ്ഞിട്ടും വാങ്ങാനേ ഒരു കുട്ടി ദർശനം കൂടി വേണമെന്നാ. അങ്ങനെ പറഞ്ഞോ? ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടത്. ഞാൻ കേട്ടത് ഒരു കുട്ടി രൂപേഷും കൂടെ വേണോന്നാ. കെട്ടിയാടാവുന്ന വേഷങ്ങളൊക്കെ കെട്ടിയാടിയില്ലേ? വേഷങ്ങളും ചമയങ്ങളൊക്കെ അഴിച്ചു വെക്കുമ്പോഴേ നിനക്ക് അപഹാസ്യനായി നിൽക്കുന്ന ഒരു കോമാളിയുടെ മുഖഭാവം മാത്രമാണ് സ്വന്തം, അല്ലേ? അതെ, മരുവത്തൂരിലെ പട്ടമഹിഷിയാവാൻ കൊതിച്ചു വന്ന ഈ ഗിരിജയ്ക്ക് ഒരു കോമാളിയുടെ മുഖമെങ്കിലും സ്വന്തമെന്ന് അവകാശപ്പെടാനുണ്ട്. പവിയേട്ടനോ? ദേ, ആ കണ്ണാടിയിലേക്ക് നോക്ക്. ഈ മുഖത്തിന് ചേരുന്ന ചമയങ്ങൾ ഏതെന്ന്. ചേച്ചിയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അനുജൻ വേഷം ചേരുവോ? എവിടെ എവിടെ ചേരാൻ? ചേച്ചിയുടെ കഴുത്തിലെ താലി അറുത്തു മാറ്റിച്ച നിങ്ങൾക്ക് ആ വേഷം എവിടെ ചേരാൻ? ഗിരിജ, എന്താ ഇത്? ആരെങ്കിലും കേട്ട? നല്ലൊരു ബിസിനസ്സുകാരന്റെ മുഖമുണ്ടോ നിങ്ങൾക്ക്? എവിടെ? കത്തുന്ന വീടിന്റെ കഴുക്കോലൂരുന്നവന് എവിടുന്നാ ബിസിനസ്സുകാരന്റെ മുഖം? ഗിരിജേ, വയ്യ, തോറ്റു തോറ്റു മടുത്തു എനിക്ക്. മടുക്കണം. മടുക്കണം. ആ മടുപ്പിൽ നിന്നാണ് പ്രതികാരത്തിന്റെ തീപ്പൊരി എടുക്കേണ്ടത്. നീ കേട്ടിട്ടില്ലേ, തോറ്റു തോറ്റു നിൽക്കുന്ന ശത്രുവിനെ നിസ്സാരനായി കാണുമ്പോഴാ നമ്മുടെ വിജയം തുടങ്ങുന്നത്. നിന്റെ ഭ്രാന്ത് ഇവിടെ ചിലർ വിശ്വസിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ പേരും വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ അടുത്തെത്തുമ്പോൾ അവരെ ചുറ്റുമൊരു സംരക്ഷണ വലയം തീർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇനി ഈ ഭ്രാന്തി എന്നുള്ള വേഷം വൈകാതെ അങ്ങ് അഴിച്ചു വെച്ചേക്കണം. ദർശന കോച്ചിങ്ങിന് പോകുന്നതിനാൽ നിനക്ക് അവസരങ്ങൾ ഒരുപാട് കിട്ടും. നശിപ്പിക്കും ഞാൻ സർവ്വതും. ഇതുപോലെ ചില്ലിട്ട് ചുമരി കയറ്റും. ഓരോരുത്തരായിട്ട്.